ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ആഫ്രിക്കയിലെ ടോഗോ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്താണ് കേട്ടോ. ഞാൻ രാവിലെ 5:45 എണീച്ചിട്ടുണ്ട്. ഞാനതും ഇന്നലെ ഒന്നും പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് ഞാൻ രാവിലെ എണീച്ചു. എന്നിട്ട് ഞാനിപ്പോൾ റെഡി ആയിട്ട് ഒരു 6:30 ആയപ്പോൾ തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ടോഗോന്ന് ബെനീനിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ഒറ്റക്കല്ല പോകുന്നത്. ഹായ്, നമ്മളെ ശ്വേതി ഞാനും കൂടി ആട്ടോ പോകുന്നത്. പിന്നെ നമ്മളെ ഇന്നലെയൊക്കെ എപ്പിസോഡിൽ കണ്ടവർക്ക് അറിയാം, നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അയ്യോ, പേര് ഞാൻ മറന്നുപോയി. എടാ, ഇവിടെ ശ്വേത എനിക്കറിയാം. ഇവിടെ ആന്ധ്രൻ. ഹൗ ആർ യു? ഓക്കെ. അപ്പൊ ആള് നമ്മളെ ബോർഡറിൽ കൊണ്ടാക്കും അല്ലേ, ബെനിൻ ബോർഡറിലേക്ക്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ അത്രേ ഉള്ളൂ കേട്ടോ. 1.5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ അടുത്ത രാജ്യം എത്തി. പിന്നെ ഈ ടോഗോവും ബെനിനും ഓൾമോസ്റ്റ് ഒരു സിമിലർ കൾച്ചർ ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ കുറെ വർഷം, എത്ര 10 വർഷം നിങ്ങൾ ടോഗോ ഇവിടെ ഉണ്ടായിരുന്നു ബെനിനില്? 9 വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയാ, കാണണം. ടോഗോ വീണ്ടും ബെനിൻ വീണ്ടും മിസ് ചെയ്തിട്ട് വീണ്ടും എൻ്റെ കൂടെ വരുവാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്നില്ല. തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ ടോഗോ ബെനിൻ വരെയൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇന്ത്യയിലേക്ക് പോവും. സോ മാർച്ചിൽ ചിലപ്പോൾ ഇന്ത്യയിലുണ്ടാവും. ഇന്ത്യയിൽ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനിടയിൽ കുറേ വിസ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബെനിനിൽ പോയിട്ട് തിരിച്ചു വരും. ബെനിനൊക്കെ ജസ്റ്റ് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് വില്ലേജ് ഒന്നും എടുക്കുന്നില്ല അങ്ങനെയൊക്കെ. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ വില്ലേജാണ്. പക്ഷെ ടോഗോ ബെന്നാണ് ഒരു ലൈറ്റായിട്ടെങ്കിലും കൾച്ചറൊക്കെ ഡിഫറൻസ് ഉള്ളത് വില്ലേജിൽ. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വില്ലേജിലൊക്കെ പോയാലും അവരങ്ങനെ വീട്ടിലേക്ക് കയറ്റി താമസിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. അവർ വീഡിയോ എടുക്കാനൊന്നും അവരങ്ങനെ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അതായത് അവരുടെ കൾച്ചർ കാര്യങ്ങൾ സാധാരണ യാത്ര ചെയ്യുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് യാത്ര ചെയ്യുകയാണ് ഞാനിപ്പോൾ. എല്ലാ ദിവസവും ഞാനിങ്ങനെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യുന്നതല്ല, എൻ്റെ സാഹചര്യം എന്നെ കംഫർട്ടബിൾ ആക്കുന്നതാണ്. അല്ലാണ്ട് ഞാൻ എൻ്റെ യാത്രാ രീതിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് ലൈഫിൽ ഒരിക്കലും ഞാൻ മാറ്റം വരുത്തൂല്ല. കാരണം അത് ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് മാറ്റം വരുത്താൻ പറ്റൂല. അപ്പോൾ ഇനിയിപ്പോൾ ഈവൻ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാലും ആരും കാണാത്ത തരത്തിൽ ഒരുപാട് ട്രൈബൽ ആയിട്ടുള്ള വില്ലേജസ് ഇന്ത്യയിലുണ്ട്. അത് ഞാൻ വരും വീഡിയോസിലൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. സോ നമുക്കിനി ബെനിൻ വിശേഷങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും 1 hour എല്ലാം ഡ്രൈവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബോർഡർ ക്രോസ് ചെയ്ത് വിസ ഓൾറെഡി ഞാൻ ഓൺലൈനിലാണ് എടുത്ത്. ബെനിൻ വിസ ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് തോന്നുന്നു $60, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എത്ര ഡോളറായിരുന്നു എന്ന്. സോ വിസ അപ്ലൈ ചെയ്ത് വിത്തിൻ എ മിനിറ്റ്, അതായത് അപ്ലൈ ചെയ്യലും കിട്ടലും ഒരുമിച്ചായിരുന്നു. അത്രയും ഈസി ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈസി ആയിരുന്നു. പിന്നെ ടോഗോ ആണെങ്കിൽ ഞാൻ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് എടുത്തിട്ടുള്ളത്. കാരണം പോയിട്ട് തിരിച്ചു വരണം എന്നുള്ളതുകൊണ്ട് അതും ഓൺലൈനിലാണ് എടുത്ത്. അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 വീക്കിനുള്ളിൽ കിട്ടി. അതെനിക്ക് തോന്നുന്നു €73 എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു മൾട്ടിപ്പിൾ എൻട്രിക്ക്. സിംഗിൾ എൻട്രി ആണെങ്കിൽ അത്രയും വരില്ലായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഈ വിസയും ഇത് ഓൺലൈനിൽ എടുക്കുന്ന വിസ ആയതുകൊണ്ട് ഈസി ആയിരുന്നു. അങ്ങനെ വേറെ ടാസ്കുകളൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇവിടെ നോക്ക്, ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് കണ്ട. രാവിലെ തന്നെ ഫുള്ള് സ്കോട്ടൊക്കെ ചെയ്യുന്നത്. തൊട്ട് ബീച്ച് എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. നടക്കാന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറം ഒരു 100 മീറ്റർ അപ്പുറയാണ് ഉള്ളത്. കണ്ടോ, രാവിലെ ഓടുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. നമ്മളൊക്കെ നാട്ടിൽ ബീച്ചിലൊന്നും എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന കാണാൻ പറ്റില്ല. ഇവരെല്ലാവരും ഭയങ്കര അടിപൊളിയാണ് ഈ കാര്യത്തിൽ. ഫിസിക്കലി ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹെൽത്തും ഇവിടെ ഇവൻ നമുക്ക് അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൊക്കെ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. കാരണം എന്താ, ഇവിടെ അസുഖമൊന്നും അധികം വരാറില്ല, വല്ലപ്പോഴും വരുന്നു. അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. കേട്ടോ, ബീച്ചിൻ്റെ അറ്റം മുതൽ ഈ അറ്റം വരെ ആൾക്കാർ ഇങ്ങനെ വർക്കൗട്ടും ചെയ്ത് നടക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ബീച്ചസ് എല്ലാം ആണ്. ഇവിടെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അങ്ങനെ ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ് കേട്ടോ. അത് ഇവിടുത്തെ ഒരു സ്നാക്കാണ്. ഭയങ്കര നല്ല ചൂടുണ്ട് കേട്ടോ. അത് കനൈസി പറഞ്ഞു കൊടുക്കടാ ഭാഷയിൽ. വൈറ്റ് കളറിൽ കപ്പേന്റെ എന്തോ ഒരു സംഭവം അല്ലേ, കപ്പപ്പൊടി വെച്ചിട്ട്. അത് കണ്ട, അത് നമ്മളെ കോറ വെച്ചിട്ടുള്ള ആ സാധനം അതാണ്. അത് ഏതാ എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഞാനിതാ ബെനിനിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ബെനിൻ. അപ്പൊ ഇവിടെ എൻട്രി ചെയ്യുമ്പോ തന്നെ കുറെ സ്ട്രീറ്റ് ഫുഡ്സ് കാര്യങ്ങൾ. എന്താടാ, ഓ ഇനി വേറെ വണ്ടി കയറുന്ന? ഓക്കെ, നമ്മളിനി ഇവിടുന്ന് വേറെ വണ്ടിയിലേക്ക് കയറാണ് കേട്ടോ. അവിടെ കുറെ സമയം എടുത്തു കേട്ടോ. അതൊന്ന് കഴിഞ്ഞിട്ട് ഓർമ്മയില്ലാണ്ട് ഇതാ
ഇവിടെ എൻട്രി ചെയ്തതിനു ശേഷം വീണ്ടും തിരിച്ചു പോയിരിക്കാം. എൻട്രി സ്റ്റാമ്പ് ചെയ്തിട്ടില്ല. ഇതേപോലെ കൊളംബിയന്ന് ഞാൻ എക്സിറ്റ് ചെയ്യാണ്ട് പെറുവിലേക്ക് കയറിയത് നല്ല ഓർമ്മയാണ്. അതുകൊണ്ട് ഞാൻ പോയിട്ട് ചെയ്ത്. എന്ത് കളറാ നോക്ക്. ഇവരെന്തോ ആക്കിയിട്ട് വലിയ ചിക്കനാ. ഇത്രയും വലിയ ചിക്കനാണ് കാണുന്നത്. ലിവർ പല പല പീസസ് ആട്ടോ. റെഡ് കളറിലാണ് കാണുന്നത്. നമ്മളുടെ നേന്ത്രപ്പഴമാണ് കേട്ടോ ഈ കാണുന്നത്. നേന്ത്രപ്പഴം അവരിതാ എന്താ എണ്ണയിലിട്ട് പൊരിക്കണം. ഇതാ നേന്ത്രപ്പഴം അങ്ങനെ എണ്ണയിലിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പൊരിക്കുന്നു. എന്തൊരു എണ്ണ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ കഴിക്കാൻ തോന്നൂല കേട്ടാ. അത്രക്കും എണ്ണയാണ്. ഇത്ര എണ്ണയായിട്ട് എങ്ങനെ ഇവർ കഴിക്കുന്നതെന്നാണ് കേട്ടോ എനിക്കറിയാത്ത. ഉണക്കമീൻ എന്തൊക്കെ വെച്ചിട്ട് ഈ ഒരു ബ്രെഡ് നമ്മളെ നാട്ടിലെ പോലത്തെ സെയിം ബ്രെഡ് ആവശ്യം അത് ഇങ്ങനെ വലുതാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടാട്ടോ. അതിൻ്റെ ഷേപ്പ് കണ്ടാ നോക്ക്. ഇങ്ങനെയാണ് ആ ബ്രെഡ് ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ അടുത്ത മലയാളി ചെല്ലുണ്ട്. എന്തോ പറയുന്നത് എനിക്കാണെങ്കിൽ ഫ്രഞ്ച് തന്നെ അറിയില്ല. അടുത്ത വണ്ടി എവിടെ? ഏതാണ് വണ്ടി? ഫ്രണ്ടിൽ ഇരിക്കുന്നില്ലേ? എനിക്കിരിക്കണ്ട, നീ ഇരിക്കുന്നില്ലേന്ന്. ഇവിടെ നോക്ക് പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി നിർത്തിയാട്ടെ. ഇത് ചമ്മന്തിയൊക്കെ ഇട്ട് തേങ്ങ കരച്ച് ഉണക്കമീൻ ഉണക്കിയാണോ പച്ചയാണോ? അത് ഉണക്ക അത് ഇതാക്കിയിട്ടുള്ളതാണ് കേട്ടോ. വറുത്ത് അങ്ങനെ ഇതന്നെയാണ്. എന്താ ചെമ്മീൻ എല്ലാം ഉണ്ടല്ലേ? ചെമ്മീനും പലതരത്തിലെ മീനും ഉള്ളിയാക്കിയിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് കാണാം. പലതരത്തിലുണ്ട് ചെമ്മീനെല്ലാം ഉണ്ട്. പനങ്കള്ള് ഇത് ആ സാധനം പോകുന്ന നോക്ക്. ഇങ്ങനെ സോഡ പോലത്തെ ഒരു സാധനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. കണ്ടാ പോകുന്നുണ്ടാ നോക്ക്. നോ ഐ എം ഫുൾ താങ്ക് യു. ഇവിടെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആൾക്കാരാണ് കേട്ടാ. ഇതെന്താ? ഇത് വെളിച്ചെണ്ണ. നമ്മുടെ നാട്ടില് വെളിച്ചെണ്ണ ഇവിടെ അവര് യൂസ് ചെയ്യോ കുക്ക് ചെയ്യാൻ? ആ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ കോഴിമുട്ട. പാമിന്റെ ഓയില്. നമ്മളെ നാട്ടില് പാം ഓയിൽ എന്ന് പറഞ്ഞ വേറെ കളറല്ലേ? ആ ഇത് പാമിന്റെ കളർ. ഇവര് നാച്ചുറലി റിയൽ ആയിട്ടുള്ള പാം ഓയിലാ. നോട്ടെ ഞാൻ മണത്തോട്ടെ. മണമുണ്ട്. ഇത് നമ്മളെ വെളിച്ചെണ്ണ ഒറിജിനൽ വെളിച്ചെണ്ണന്റെ സ്മെല്ലില്ലേ? സാധനം വെളിച്ചെണ്ണ കാണാറില്ല. ഇതെന്താ സാധനം? ഇതെന്താടാ? കേക്കാ. വെറൈറ്റി കേട്ടോ ഇവിടെ കാണാത്ത. പിന്നെ നമ്മളിപ്പോ ക്യാപിറ്റൽ സിറ്റി സൈഡിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ബെനിന്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ഈ നൈജീരിയനോട് ചേർന്ന് കിടക്കുന്നതാണ്. തൊട്ടപ്പുറയാണ്. നൈജീരിയക്ക് പിന്നെ അര മണിക്കൂർ എനിക്ക് ഡ്രൈവ് ഉള്ളൂ. പക്ഷെ നൈജീരിയൻ്റെ വിസ ഭയങ്കര എക്സ്പെൻസീവ്. $500 എനിക്ക് തോന്നുന്നു. ഞാൻ എംബസി പോയി ചോദിച്ചപ്പോൾ അവർ $400 പറഞ്ഞത്. വേറെ അവിടെ ഉള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞത് $500. അത്രയും എക്സ്പെൻസീവ് ആണ് കേട്ടോ അവിടുത്തെ വിസ എല്ലാം. എന്തോ ചമ്മന്തി എല്ലാം അരച്ചുകൊണ്ടിരിക്കും. നല്ല എരിവൊക്കെ ഉള്ള ചമ്മന്തിയാണ് കേട്ടോ ഇവരുണ്ടാക്കുന്നത്. ഇതിന് കഴിക്കാനായിട്ടുള്ളത് ടേസ്റ്റും ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. നമുക്ക് ഇന്ത്യൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. അതൊക്കെ ഉണ്ടോ ചെറിയ കുട്ടികളാണ് ഓരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോകുന്നത്. ഉള്ളിയും മുളകും വിൽക്കാൻ പോകുന്നത്. ഉള്ളിയും മുളക് അരച്ച ചമ്മന്തി അതിവിടെ മെയിനാണ്. വെളിച്ചെണ്ണ നമ്മളെ ഇന്ത്യ ആയിട്ട് ഭയങ്കര കേരളമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കൾച്ചർ എന്തൊക്കെയാണ്. നോ താങ്ക് യു. മാസി എന്തോ പറയുന്നു. പോകുന്ന വഴിയിൽ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണാൻ കേട്ടോ. സാധാരണ കൺട്രിയിൽ കാണാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ കൂടുതലും ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് കാണിച്ചു തരാതെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാ. അങ്ങോട്ട് കണ്ടോ? അതായത് ലേക്കിലാണ് വീടുകളൊക്കെ നിൽക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ നമുക്ക് കാണാൻ പറ്റിയത്. പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് ഇതാക്കിയതാണ്. വെള്ളത്തിൽ ഫുൾ എനിക്ക് തോന്നുന്നു നൈജീരിയയിലൊക്കെ അങ്ങനെ ഒരുപാടുണ്ടെന്ന്. എനിക്ക് നൈജീരിയ പോകാത്തതുകൊണ്ട് ഒരുപാട് അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട് അങ്ങനെ. അതേപോലെ ഇവിടെ മൊത്തം അങ്ങനെ തന്നെ കണ്ടോ. ജസ്റ്റ് വെള്ളമാണ്. വെള്ളത്തിൻ്റെ നടുവിൽ ഒരു ഐലൻഡ് പോലെ. അതായത് പക്ഷെ ഐലൻഡ് അല്ല, വെള്ളത്തിൽ തന്നെയാണ് അവര് വീടെല്ലാം നിൽക്കുന്നത്. കണ്ടോ കംപ്ലീറ്റ് അങ്ങനത്തെ വീടുകൾ വെള്ളത്തിലാണ്. ചുറ്റും വെള്ളമായിരിക്കും. ഇതെന്തോ സാധനമാണ് കേട്ടോ. അത് കഴിക്കല എന്താന്നുള്ളത് ഞാൻ നോക്കുന്നത്. എടാ മോളെ ഇതെന്താന്ന് പറഞ്ഞേ? എടാ ഇതെന്താന്ന് പറ. ചേടാ മെറ്റി അവളതോ കൂടുതലാ. ചെറിയ കുട്ടിയാട്ടോ, അത്രയും വലിയ വെയിറ്റ് ഉള്ള പാവം. ഞാൻ ഹെൽപ്പ് ആക്കട്ടെ. ഓ ഇത് പൊങ്ങണും കൂടിയില്ലടാ എൻ്റെ മോനെ. ഇത് വെയിറ്റ് ആട്ടോ, പൊങ്ങണും കൂടിയില്ല കേട്ടോ. അത് എന്താന്ന് മനസ്സിലാവുള്ള. എന്നാലേ മേടിക്കാൻ പറ്റുള്ളൂ. കണ്ടിട്ട് അടിപൊളി സാധനം. ഇത്
ഇത് ചോളത്തിൻ്റെ പൊടി, ചോളം പൊടിച്ചിട്ട് അത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും. പുളി വന്നതിന് ശേഷം നമ്മൾ നാട്ടിൽ ആവിയിലൊക്കെ ഇലയിൽ പൊതിഞ്ഞ് വേവിക്കൂലേ, അങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു തരം അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ഭയങ്കര ഹെൽത്തിയാണെന്ന് അവർ പറയുന്നത്. ഭയങ്കര ഹെൽത്തി. ഹൗ മച്ച് എത്ര? മൂന്നെണ്ണത്തിന് 175 CFA, 200 CFA. അല്ല, ഒരെണ്ണം മതി എന്ന് പറയടാ. ഞാനിത് അവിടെ കഴിച്ചു നോക്കാണ്. പുളി എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒടുക്കത്തെ പുളിയാണ്, പക്ഷെ ഭയങ്കര ഹെൽത്തി സാധനമാണ്. ഇത് കണ്ടോ, അത് തന്നെയാണ് അവർ വിൽക്കാൻ വെച്ചത്. ഇത് മാത്രമല്ല, ഇതിന് കറിയോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മുടെ തേക്കിന്റെ ഇലയും മഞ്ഞൾ പോലെയുള്ള ഒരു ടൈപ്പ് ഇലയിലുമാണ് അവരിത് ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിന് ഒടുക്കത്തെ വെയിറ്റ് ആണ്. എന്റെ പൊന്നെ, ഇവിടെ എങ്ങനെ സാധിക്കുന്നുണ്ട്? യു ആർ സ്ട്രോങ്. കുഞ്ഞി പിള്ളേരടാ, നോക്ക്, കുഞ്ഞി പിള്ളേരാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടാ. സത്യം എന്ത് കഷ്ടം. എനിക്കത് പൊങ്ങുന്ന പോലും ഇല്ലേ. അങ്ങനെ പൊങ്ങാത്ത സാധനമാണ് ആ കുട്ടി അത് എടുത്ത് നടക്കുന്നത്. ഈ കുട്ടി എന്തോ വേറെന്തോ വിൽക്കുന്നുണ്ട് കേട്ടാ. ഇതെന്താന്ന് നോക്കുന്നത്. ഇതെന്താ സാധനം? പാവടാ, ചെറിയ കുട്ടിയുടെ എങ്ങനെയാടാ? ബിസാപ്പാ? എന്താ ബിസാപ്പ്? ഹിബിസ്കസിന്റെ ജ്യൂസിലെ. ആ, ഓക്കെ. എത്ര ചെറിയ കുട്ടിയാണെന്നറിയോ? ഈ ഒരു ഹിബിസ്കസ് ജ്യൂസാണ് അവർ വിറ്റ് നടക്കുന്നത്. അങ്ങനെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. സമ്മതിക്കണം കേട്ടോ, സത്യം. അവരെ അപ്രിഷ്യേറ്റും ചെയ്യണം. പിന്നെ എന്താ പറയുക, അവരുടെ ആ ഒരു എഫേർട്ടാണെങ്കിലും നമ്മളുടെയൊക്കെ പ്രായത്തിൽ നമുക്കിതൊന്നും അറിയേണ്ട ആവശ്യം വന്നിട്ടില്ല. നോക്ക്, ഇതത് കുടിച്ചോണ്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെടുത്ത് തലയിൽ വെച്ച് കൊടുക്കടാ, അതിന് വെയിറ്റ് ഉണ്ടാവും. അത് കണ്ട, തലയിൽ വെച്ച്. എനിക്ക് നമ്മളൊക്കെ എന്ത് സുഖ ജീവിതം. 26 വയസ്സിലും എനിക്ക് എൻ്റെ കാര്യം നോക്കിയതായാൽ മതി. ഇത് അവർ ചിലപ്പോൾ കുടുംബം നോക്കുന്നുണ്ടാവും. ബായ് മാസി ബോക്കോ. ഇവിടെ ഫ്രാൻസ് തന്നെ അല്ലേ ഇത്? ബെനീനും ടോഗോയും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു ഇതാണ്. ഇവിടെ സെയിം ഫ്രഞ്ചാണ് ഉള്ളത്. ഫ്രഞ്ച് സ്പീക്കിംഗ് കൺട്രിയാണ്. പിന്നെ കറൻസി ആണെങ്കിലും നമ്മളെ എന്താ പറയുക, മറ്റേ കറൻസിയാണ്. എന്താ അതിന് പറയുന്നത്? സിഫ എന്ന് ഇവർ പറയും അല്ലേ. സിഫ കറൻസിയാണ്. അത് ജ്യൂസെല്ലാം ഇതിൽ കളറെല്ലാം ഇളകി വരുന്നു കേട്ടോ. പക്ഷെ ഇത് നാച്ചുറൽ കളറാണ്. ഫുള്ളാവുന്നു നോക്ക്, ചുണ്ടെല്ലാം ചുമന്ന്. പോകുന്ന വഴിക്ക് കണ്ടൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ ജ്യൂസ് പിടിച്ച് നിൽക്കുന്നു. ഇവിടെ നോക്കി അവർ ആൾക്കാരെല്ലാം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നേക്കാം. ഞാൻ എന്താ നോക്കിയതാണ് കേട്ടാ. നല്ല പെരിച്ചാഴി. എന്താണ് അതിന്റെ പേര്? ഇതാ അവിടെ പോയി സംസാരിച്ചിരിക്കുന്നു. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്താ. ഗ്രാസ് കട്ടർ എന്ന് പറഞ്ഞാൽ പെരിച്ചാഴിയാ? അറിയില്ല, അതുപോലെ ഏകദേശം സിമിലർ ആയിട്ടുള്ള പെരിച്ചാഴി, എലി, എന്തോ സാധനം. ഇതാണ് ഇവരുടെ പ്രധാന ഫുഡായിട്ടുള്ളത് കേട്ടാ. നോക്ക്, വാവ്, ഇൻട്രസ്റ്റിംഗ്. കണ്ടാ, ഇപ്പോഴാണ് എനിക്ക് ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടത്. ഈ വെസ്റ്റ് ആഫ്രിക്കയിൽ ഞാൻ ബാക്കിയുള്ള രാജ്യത്തൊക്കെ കുറേ നാൾ നിന്ന്. ബെനിനിൽ മാത്രം ഞാൻ അധികം സമയം നിൽക്കുന്നുമില്ല. നമുക്കത് വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ, പലതരത്തിൽ. ഇതേ ഇതൊക്കെ പരത്തി അങ്ങ് അതാക്കി വെക്കോ കേട്ടോ. നല്ല മീറ്റാന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. ഇതുകൊണ്ടാ വലുത്. കുറേ ഉണ്ട് കേട്ടാ. അത് വാങ്ങാൻ വേണ്ടി വന്നിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ കുറേ കടകളുണ്ട്. എടാ, അതിന്റെ ഒറിജിനൽ കാണാം ഇവിടെ. ഇവളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. നീ വന്നില്ലായിരുന്നു ഈ ട്രാൻസ്ലേറ്റിൽ എനിക്കൊന്നും മനസ്സിലാവേണ്ട കഷ്ടപ്പെട്ടേനെ. ഇവർക്ക് നല്ലപോലെ ഫ്രഞ്ച് അറിയാം, അപ്പൊ അതുകൊണ്ട് സംസാരിക്കാണ്. എന്താ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയാള് പറയുന്നത് ഇന്ന് അത്ര കാര്യമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് ഇത്രയും കിട്ടിയിട്ടും പറയുന്നത് ഇന്ന് ഇവരെ സംബന്ധിച്ചൊന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. നോർമലി പാമ്പിനെ, ഡിഫറെന്റ് പാമ്പിനൊക്കെ കിട്ടും. പാമ്പിന്റെ പേര് അത് കടിക്കൂലേന്ന് സർപ്പ. നമ്മളെ നാട്ടില് സർപ്പം. പറ, ചോയ്ക്ക്, അത് കടിക്കൂലേന്ന് കടിക്കൂലേന്ന്. വിഷമില്ലേ? പാമ്പ് അവര് എവിടെന്നാ പിടിച്ചോണ്ട്? ഫോറസ്റ്റ് പോയിട്ട് പിടിക്കുന്ന. ഫോറസ്റ്റ് എവിടെ അത് വരുന്നത്? ഫോറസ്റ്റ്
ആ 40-50 കിലോമീറ്റർ ദൂരത്തിലാണ് ഫോറസ്റ്റ് വരുന്നത്. അവിടെ രാത്രി ഇവർ പോവും, രാവിലെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഫ്രഷ് ആയിട്ട് ഇവിടെ ഗ്രില്ല് ചെയ്ത് കഴിക്കും. വാവ്, നൈസ്, ഗുഡ്. യു ഈറ്റ് ഓൾ? ചോദിക്കടാ, എല്ലാം കഴിക്കോ? എന്താ ഫേവറേറ്റ് എന്ന് ചോദിച്ചേ? എന്താ ഫേവറേറ്റ് എന്ന് ചോദിച്ചേ? കഴിക്കുന്നു, കഴിച്ചു കളിക്കുന്നു. അതിന്ന് ഒരു മണി എടുത്തിട്ടാ കഴിച്ചത്. ആ മണി ഉണ്ടല്ലോ, ആ മണി എടുത്തിട്ടാണ് കഴിച്ചത്. കണ്ടില്ല, ആ മണി എടുത്തിട്ടാ അത് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റ്. ഏത് ഏറ്റവും ഇഷ്ടം നോക്കി? പാമ്പാണോ പൂച്ചയാണോ എന്താണോ നോക്കി? പട്ടീനെ കഴിക്കൂലെന്ന്. പട്ടീനെ കഴിക്കില്ല. പൂച്ചനെ കഴിക്കാം, പട്ടീനെ കഴിക്കൂല. ഓക്കെ, കാട്ടുപൂച്ചേനെ കഴിക്കുന്ന, വളർത്തുന്ന പൂച്ചേനെ അല്ല. പിന്നെ അത് കാട്ടുപൂച്ചയാ? അവരങ്ങനെ കാട്ടുപൂച്ചയാ? അത് കാട്ടിലെ പൂച്ചയൊന്നും അല്ല, അത് നാട്ടുപൂച്ച എന്ന് പറയും. ഡൊമസ്റ്റിക് ഇല്ല, ഫോറസ്റ്റിലെ പൂച്ചേനെ പിടിച്ച് കഴിക്കുന്ന. ഫോറസ്റ്റ് പറഞ്ഞ വീട്ടിലെ പൂച്ച ഫോറസ്റ്റിക്ക് ഓടിപ്പോയിട്ടുണ്ടാവും. പൂച്ചേനെല്ലാം തിന്നുന്നാണ് അവര്. പൂച്ചനെ തിന്നുന്നേ. സീരിയസ്ലി? Ça c'est chat, non? Ça c'est chat de la bouche. Ah, mais le goût là, c'est bon. Très bon. C'est comme mouton. C'est vraiment succulent. Ça? C'est trop succulent. Ça dépasse mouton. Ah, ok. മട്ടനും പൂച്ചയുടെ ഇറച്ചി കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് പൂച്ചയുടെ ഇറച്ചിയാ ടേസ്റ്റ് എന്നാ പുള്ളി പറയുന്നത്. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം Mouton là c'est maison non. Nous on aime les choses de la bouche. C'est naturel. പുള്ളിക്കാരന് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ട് കിട്ടുന്ന ഇപ്പം മട്ടൻ, കോഴി, മറ്റേ ഇങ്ങനത്തെ ഐറ്റംസ് ഇല്ല, അതൊന്നും ഇഷ്ടമില്ല. കാട്ടിൽ പോയി നാച്ചുറലും ഹെൽത്തി അതാന്ന് പറയുന്നത്. On aime beaucoup naturel. Mais les choses de la maison là. വീട്ടിൽ വളർത്തുന്നതൊന്നും നാച്ചുറൽ അല്ലാതെ. മറ്റേ അത് കാട്ടുകോഴി. കാട്ടുകോഴി അല്ലേ? കാട്ടുകോഴി, നാട്ടുകോഴി അല്ല, കാട്ടുകോഴി. പക്ഷെ കാട്ടുപൂച്ചയല്ല കേട്ടോ അത്. ആ പൂച്ച കാട്ടുകോഴിയല്ല, ആ കാട്ടുപൂച്ചയല്ല. പൂച്ചയെ കണ്ടറിയാടാ, നാട്ടുപൂച്ചയാ അത് അല്ലേ? കാട്ടുപൂച്ച കാട്ടീന്ന് കിട്ടാത്തോണ്ട് തൽക്കാലം നാട്ടീന്ന് പിടിച്ച പൂച്ചയാ അത്. ചിരിക്കാൻ തോന്നുന്നില്ല കേട്ടോ എനിക്ക് പൂച്ചേനെ കൊന്നിട്ട്. പൂച്ച കട്ട്ലറ്റ് എന്നൊക്കെ സിനിമ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ റിയൽ ആയിട്ടുള്ളത്. സീരിയസ്ലി. എനിക്ക് പൂച്ചേനൊന്ന് കഴിക്കണം എന്നുണ്ടായിട്ടാ. എനിക്ക് പാവം തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് പട്ടീനെ പാവം തോന്നി. ഞാൻ പട്ടീൻ്റെ ഇറച്ചിയെല്ലാം കഴിച്ചു. അതുപോലെ പൂച്ചേൻ്റെ ഇറച്ചി ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല, കണ്ടിട്ട് പോലില്ല. ആദ്യമായിട്ടാണ് പൂച്ചേനെ കൊന്നിട്ട് ഇതാക്കുന്ന ഒരു ഇത് കാണുന്നത്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയെങ്കിൽ അത് കഴിക്കാൻ അതിൻ്റെ ടേസ്റ്റ് അറിയാനൊരു ഇതാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണെന്നാണ് പറയുന്നത്. അവിടെ ഫ്രഷ് ആയിട്ട് വെച്ച് കാണാം കേട്ടോ. അതെ, അതിൻ്റെ പുറം കണ്ട. ബാക്കിയുള്ളതൊക്കെ ഗ്രില്ലായി. ഇത് ഫ്രഷ് ആയിട്ട് മറ്റേ പറക്കാൻ നിൽക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെ അത് നമ്മളെ മീനൊക്കെ മുറിച്ച് രണ്ടാക്കിയിട്ട് ഇങ്ങനെ കമിഴ്ത്ത് വെക്കൂലേ, കുക്കാവാൻ വേണ്ടി, പ്രോപ്പറായി കുക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടത്. അവരെനിക്ക് സാധാരണ കിട്ടുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതാ കീരി, മങ്കൂസ് കീരി കാണിക്കുന്നു. വേറൊന്ന് കാണിച്ചിട്ടാ, എന്താ ഇത് കാണിച്ച്, എന്താ പറയാ, മാനിനെയൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ അവരുണ്ടാവും സാധാരണ ഇതൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇന്ന് അവർക്കൊന്നും കിട്ടിയില്ല, അവർ നല്ല വിഷമത്തിലാണ്. ഇതെല്ലാം കാട്ടിൽ 50 കിലോമീറ്ററുള്ള കാട്ടിൽ പോയിട്ട് അവർ ഡെയിലി പൊട്ടിച്ച് കൊടുത്തിട്ട് കഴിക്കുന്നതാണ്. ഇത്രയും നാളെ ഞാൻ വെസ്റ്റ് ആഫ്രിക്ക ട്രാവൽ ചെയ്തിട്ട് ഈ ബെനിനിൽ മാത്രമേ ഇങ്ങനത്തെയൊക്കെ കണ്ട്. ബാക്കിയുള്ളവരൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള ഫുഡുകളാട്ടോ ഞാൻ കണ്ടിരുന്നത്. ഇവിടെ ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നുന്നു. ലാസ്റ്റ് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ആക്കിയപ്പോഴാണ്, ഞാൻ പോകാനായപ്പോഴാണ് ബെനിനിലെത്തിയത്. ഞാൻ കുറച്ച് നേരത്തെ വരണമായിരുന്നു. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് അല്ല, ഇവിടുത്തെ എന്താ പറയുക, വീടുകളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരിക്കുന്നത്. കൾച്ചർ, ആളുകളൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. എനിക്ക് ആളുകൾ ഫ്രണ്ട്ലി അല്ലാത്തായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ആൾക്കാർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എനിക്ക് അവരുടെ ഗ്രാമത്തിൽ പോകാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, അവരെ വീട്ടിൽ പോയി താമസിക്കാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. കണ്ണിതാവുന്നു, അവിടെ പുക വന്നുകൊണ്ടിരിക്കുന്നു. മുള്ളമ്മന്തിയാണ് ഈ കാണുന്നത്. മുള്ളമ്മന്തിനെ ഉൾപ്പെടെ ഇതാക്കും. എന്തൊക്കെയാണ് കിട്ടുന്നതാണ് അവർ പറയുന്നത്. അവിടെ എന്താ എലിയാ? എടാ എലി, നമ്മളെ നാട്ടിലെ എലി, പക്ക എലി. എടാ എലിക്കുട്ട എലിക്കുട്ട, മങ്കൂസ് എലി. പിന്നെതാ ഒച്ച്. ഇതെന്താ ഒച്ചല്ലേ? ഒച്ച്, നല്ല ഫ്രഷ് ഒച്ച്. ഇവിടെ നോക്ക്, നമ്മളെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ്.
അത് അവള് മാറി മാറിയല്ലേ എടുക്കുന്നത്. ഒരാൾക്ക് ഇവിടെ ശീലല്ല, ആദ്യമായിട്ടാണ് തോളിലെല്ലാം വേറെ ആൾക്കാർ കയ്യെല്ലാം ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നത്. എനിക്കിവിടെ ശീലമായി. ഇവര് പൊതുവെ അങ്ങനെയാ നമ്മളടുത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഞാനത് വീഡിയോയിൽ എടുക്കാറില്ല സാധാരണ. ഇന്ന് പിന്നെ അവൾ ഇങ്ങനെ ഇതാക്കി അന്ത വിട്ട് നിൽക്കുന്നുണ്ടോണ്ട് ഞാൻ എടുത്തത്. ഓ ഇതുപോലെ ഫ്രഞ്ച് പറയണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ലുള്ളൂ കേട്ടോ. സീരിയസ്ലി. അപ്പം എന്ത് ഈസിയാണ്, നമുക്ക് ഭാഷ അറിയാമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര അടിപൊളി. അവർ ഇത്രയും വർഷമായതുകൊണ്ട് അവർക്ക് എല്ലാം അറിയാട്ടാ. ഏതാ ഹെയർ സ്റ്റൈല് നോക്ക്, ഇവരുടെ കളർഫുൾ ഡ്രസ്സ്, ആണുങ്ങളുടെ ഡ്രസ്സാണെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഡ്രസ്സെല്ലാം. വാവ്, യു ആർ സോ പ്രിറ്റി, your hair, your dress, so beautiful. Merci. Yeah. Thank you. Yeah. Merci beaucoup, right? അടിപൊളി അല്ലേ, കളർഫുൾ ഡ്രസ്സ്. ഇതുപോലെയുള്ള ഹെയർ സ്റ്റൈല് പറ, ഇതുവരെ ഇതുപോലത്തെ ഇത്ര അടിപൊളി വെറൈറ്റി ഹെയർ സ്റ്റൈൽ കണ്ടിട്ടില്ല എന്ന് പറ. ഞാനല്ല, അവരോട് പറയാനത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. Très joli. Merci. Thank you. Non, c'est pas mal. Non, non. വേദന ഒന്നും ഇല്ലാന്ന് ഞാൻ ചോദിച്ചു. വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ടോ? ടച്ച് ചെയ്യോട്ടോ നിക്ക്. Oui, elle peut toucher. ആ ഇത് മറ്റേ വെയിറ്റ് ഇല്ലടാ, ഇതിങ്ങനെ മുടി ഇങ്ങനെ ചുരുട്ടിയിട്ടേക്കോ. ഏതാ ഹെയർ സ്റ്റൈൽ, എന്ത് വെറൈറ്റി അല്ലേ. അവിടെ ഒരു ഓന്ത് ഓടി കളിക്കുന്നത് കണ്ട് ഞാൻ പറഞ്ഞു, നിനക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ മാറ്റിയിട്ട് വേഗം ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നീ ആയിരിക്കും അടുത്ത് തരാന്ന് ഞാൻ പറയുന്നത്. കാരണം എന്താ കണ്ടില്ലേ, ഇതിൻ്റെ ആയുസ് വളരെ കുറച്ച് നിമിഷങ്ങളെ ഇനിയുള്ളൂ. അത് അവിടെ കിടന്ന് അഭ്യാസം ഇറക്കുന്നുണ്ട് അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതായത് പുറത്തേക്ക് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടാ, അതൊന്നും നടക്കൂല. അതെ ഇതിന്റെ ഐസും അത്രേ ഉള്ളൂ, ഇതൊന്നും ചത്തിട്ടില്ല. ഇതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഇളകുന്ന നമുക്ക് കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയാ കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകുന്നു. എന്താ അവര് പറഞ്ഞത്? ഇവര് പറഞ്ഞു ഇതിനെ ഫ്രഷ് ആയിട്ട് വിൽക്കാൻ വെച്ചതാ, കൊല്ലാൻ വെച്ചതല്ലാന്ന്. ചിലവര് വാങ്ങിയിട്ട് വളർത്തും, കുറച്ചുകൂടെ വലുതായിട്ട് അവരെന്നെ വീട്ടിൽ നിന്ന് കൊല്ലുന്നു. വാവ്, ഗ്രേറ്റ്, വളരെ നല്ല കാര്യം അല്ലേ. അപ്പൊ ആയുസ് ഉണ്ടാ മോനെ, നിനക്ക് ആയുസ് ഉണ്ട് കേട്ടാ. കുറച്ചാളും കൂടി ഇവന് ആയുസ് ഉണ്ട്. കുറച്ചുകൂടെ വലുതായി നല്ല നീറ്റ് ആവണം, അപ്പോഴ് സെറ്റ് ആവും. എന്ത് നല്ല മനുഷ്യരാണെന്നറിയോ. പുള്ളിക്കാരന്റെ വീഡിയോയിൽ വരണം എന്നാണ് പറയുന്നത്. വീഡിയോയിൽ എന്നെ എടുക്കുമോ എന്ന് പറഞ്ഞിട്ട് ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞ എൻ്റെ അക്കൗണ്ടെല്ലാം എഴുതി കൊടുക്കുകയാണ്. കാരണം ആൻഡ്രോയിഡ് ഫോൺ ആൾ എടുത്തിട്ടില്ല, കീപാഡ് ഫോണായിട്ടാണ് നടക്കുന്നത്. എന്നാലോചിച്ച് നോക്ക്, ഇത്രയും നാളും വീഡിയോ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കല്ലെടുത്തെറിയും ആട്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ എത്തിയപ്പോൾ ഈ രാജ്യത്തെ ആൾക്കാർ കയറിയ പിന്നെ എല്ലാവരും, ചെറിയ കുട്ടികൾ വരെ ഓടിപ്പോവായിരുന്നു. ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര അടിപൊളി. പക്ഷേ എനിക്ക് അല്ലേലും അങ്ങനെ എല്ലാം മിസ്സാവും. ഞാൻ ചോദിച്ചു ഇത് എന്താന്നുള്ളത്. അപ്പം എന്താന്ന് ചോദിച്ചപ്പോൾ പറയാണ് ആ ഇതിനുള്ളതാണ്, ആ എലീനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്, എന്താ എലിക്കുള്ള ഫുഡാണെന്ന്. ആ ഫുഡൊക്കെ ഇട്ട് കൊടുത്തെന്ന് വീർപ്പിച്ച് വലുതാക്കിയിട്ട് കൊല്ലാൻ വേണ്ടിട്ടാ. എന്ത് പുള്ളിക്കാരൻ ആകെ അൺഹാപ്പിയായി. ഇന്ന് നല്ല സാധനങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷമം മുഖത്ത് കാണുന്നത്. അയ്യോ, പാമ്പിനൊന്നും കിട്ടാത്ത വിഷമല്ലേ. പെരുപ്പാമ്പിന് വരെ കിട്ടാറുണ്ട്. പെരുമ്പാമ്പിന് വരെ കിട്ടൂല്ലേ. Peut-être avant-hier, j'ai vendu gros serpent comme ça là. Long, 4 mètres. എന്താ മിനിഞ്ഞാന്ന് ഇത്രയും തടിയുള്ള പെരുപ്പാമ്പിനെ വിറ്റൂന്ന്. ഇവർക്ക് കാശ് കിട്ടുമല്ലോ വലിപ്പം കൂടുന്നതിന്, അപ്പൊ അതാ അവർക്കുള്ള വിഷമം. ഇന്നൊന്നും പാവല്ലേ, പാമ്പിനെ ഒന്നും കിട്ടിയില്ല. ഇന്ന് പാമ്പും പൂച്ചയൊക്കെ ഉള്ളൂ. എന്താ അല്ലേ, സീരിയസ്ലി ഇവരുടെ ലൈഫ് ഭയങ്കര തന്നെ കേട്ടോ. അടിപൊളി, നല്ല ചൂടെടുക്കണ, ഞാൻ വേർക്കുന്നുണ്ട്. അവിടെ പോയത് ഈ പൂച്ച, അത് എടാ പൂച്ച ഇങ്ങനെ ആയിട്ടാ കണ്ട. എനിക്ക് വേണമെന്ന് പറഞ്ഞോണ്ടല്ലേ ടേസ്റ്റ് ചെയ്യുന്ന. എന്റെ മോനെ അത് പെട്ടെന്ന് ഉണ്ടാക്കി അവര്. നമ്മുടെ പൂച്ച, പക്ഷെ ഇങ്ങനെ കണ്ടാ അത് പൂച്ചയാണെന്ന് മനസ്സിലാവുന്ന പോലും ഇല്ല കേട്ടോ. അതെന്താന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ. ഓ സമ്മതിച്ച്. ഇവിടെ കണ്ടാ വിൽക്കാൻ വെക്കുന്നതാണ് കേട്ടാ. ഈ ഒച്ചിനൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാർ ഇങ്ങനെ പച്ചക്കറിയും ഇതൊക്കെ വിൽക്കുന്ന പോലെ ഒച്ചിനെ മേടിച്ചിട്ട് പോകും കുക്ക് ചെയ്യാനായിട്ട്. ഇതെന്താ പനേന്റെ പനേന്റെ എന്താ ഇതിന് പറയാ? പനന്തേങ്ങയാ, എനിക്കും അറിയില്ല കേട്ടാ. പനനൊങ്കിന്റെ വലുത്, പനനൊങ്കിന്റെ വലുതാണിത് അല്ലേ. അത് പനനൊങ്കാണ്, അത് പനങ്കായാണ്. ഇത് പച്ച കളർ. പക്ഷെ ഇതിങ്ങനൊന്നും ഞാൻ നാട്ടിൽ കണ്ടിട്ടേ ഇല്ല കേട്ടാ. ഇതൊക്കെ അവരൊരു ഷെഡൊക്കെ ഉണ്ടാക്കി ഇരിക്കാൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചെയറൊക്കെ ഇട്ട് അടിപൊളി പായൊക്കെ വെച്ചിട്ട് അവരെല്ലാം റിലാക്സ് ചെയ്തോടെ കിടക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ്. അവരങ്ങനെയാണ് അവരൊക്കെ കച്ചവടം ചെയ്യുന്നത്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ ഈ കളറിൽ കണ്ടിട്ടില്ല. അത് ഈ കളറിൽ കണ്ടിട്ട് തോന്നുന്നു ചെറുപ്പത്തിലൊക്കെ, എനിക്ക് ഓർമ്മയില്ല. പനമ്പട്ടേൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. പനനൊങ്കിൻ്റെ വലുത്, പനനൊങ്ക് വലുതായി
മൊരടിച്ചു കഴിഞ്ഞാൽ അങ്ങനല്ല, ഇതിന്റെ അകത്തുനിന്ന് കഴിക്കുന്ന സാധനല്ലേ നൊങ്ക് എന്ന് പറയുന്നത്. അതെ, അത് ഇതല്ലേ ഇതന്നെ ഇതന്നെ ഇത് അപ്പൊ വലുതായി. ഇത് പനനൊങ്കെന്ന് പറയണ ചെറുത്, ഇത് വലുത് അല്ലേ? ആണോ? ആവോ, എനിക്കറിയില്ല. എനിക്ക് കമന്റ് വരൂട്ടാ. കേരളത്തിൽ ജനിച്ചു വളർന്ന് പാലക്കാട് ജനിച്ചു വളർന്നിട്ട് അറിയില്ലേന്ന്. പാലക്കാട് ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം അറിയണമെന്നുണ്ടോ? അറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയണം. ഞാൻ പക്ഷെ ഇത് കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. തെങ്ങിൻ്റെ കൂടെ തന്നെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ വീണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പനന്നൊക്കെ ഇഷ്ടംപോലെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്താ അത്? പാട്ട് ഇത് ഇലയിലുള്ള സാധനല്ലേ? ഇവിടെ വേറെ ഏതോ ഒരു ഫുഡ് ഉണ്ട് കേട്ടാ. കപ്പ വെച്ചിട്ട് എന്തോ മധുരമുള്ള എന്തോ ഒരു സാധനം. അപ്പൊ അത് ഞാൻ ഒരെണ്ണം പറയുന്നു, ജ്യൂസ് പോലെ പായസം പോലെ എന്നൊക്കെ അവള് പറയുന്നുണ്ട്. മണ്ണല്ല അവര് മേത്ത് പൊരിട്ടേക്കുന്നത്. എന്താന്നറിയോ? ചൂട് ആവാതിരിക്കാന്, ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചൂടെടുക്കുമ്പോൾ ഭയങ്കര പൊള്ളുന്ന ചൂടാണ്. അപ്പൊ ആ ചൂട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണെല്ലാം വാരി തേക്കുന്നതാണ് കാണുന്നത്. ഇവിടെ നോക്ക്, ഞാനത് കഴിച്ചോണ്ടിരിക്കാൻ ട്ടാ. ഇങ്ങനെ പാക്ക് ചെയ്ത് തന്നോണ്ട് നമുക്കിങ്ങനെ കഴിക്കാം. നമ്മുടെ ചൊവരി ഇല്ലേ നാട്ടിലെ, ആ സെയിം ചൊവരി പക്ഷെ തണുപ്പാണ് കേട്ടാ. അങ്ങനെയാണ്, പായസമൊക്കെ പോലെ അങ്ങനെ സംഭവമാണ്. കവറിൽ വന്നുകൊണ്ട് കഴിക്കാൻ പാടാം. വെള്ളമൊക്കെ ഉണ്ട്, മധുരമൊക്കെ ഇട്ടിട്ട്. പക്ഷെ നല്ല റിഫ്രഷിങ്, നല്ല തണുപ്പൊക്കെ ആയിട്ട് അടിപൊളി. സോ ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബെനീനിലെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ഗ്രാമത്തിലൂടെ ഇങ്ങനെ ഗ്രാമപ്രദേശമൊക്കെ ഇങ്ങനെ കണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.